Hello guys, welcome back to my channel Shini's Kitchen. അപ്പോൾ ഞാൻ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്ന റെസിപ്പി ചിക്കൻ കിളിക്കൂടിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് നോക്കാം ഈ ഒരു ചിക്കൻ കിളിക്കൂട് എങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന്. ഫസ്റ്റ് ഒരു പാൻ ചൂടാക്കാൻ വെക്കാം. അതിലേക്ക് ഒരു 3-4 ടീസ്പൂൺ ഓയിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് സ്ലൈസ് ചെയ്ത ഒരു മീഡിയം സൈസുള്ള ഒനിയൻ ചേർത്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതൊന്ന് ഫ്രൈ ആവുന്ന സമയത്ത് ഇതിലേക്ക് നമുക്കൊരു 1/2 ടീസ്പൂൺ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ജിഞ്ചർ പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ ചില്ലി പേസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതിവിടെ നന്നായിട്ട് തന്നെ ഫ്രൈ വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയും 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1/2 ടീസ്പൂൺ ചിക്കൻ മസാലയും അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ നമുക്ക് ഇതെല്ലാം കൂടി ഇട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഇവിടെ നന്നായിട്ട് തന്നെ ഫ്രൈ ആയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 2 മീഡിയം സൈസുള്ള പൊട്ടാറ്റോ ഇതുപോലെ ആവശ്യമായുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് വേവിച്ചതിന് ശേഷം ഒന്ന് ഉടച്ചിട്ട് ചേർത്ത് കൊടുക്കാം. നമുക്ക് ഇതും കൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നെക്സ്റ്റ് നമുക്ക് ഇതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. അപ്പം ഞാനിവിടെ ചിക്കൻ ഉപ്പും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടി ഇട്ടിട്ട് വേവിച്ചതിന് ശേഷം മിക്സിയിൽ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് കറക്കി എടുത്തതാണ്. അപ്പോൾ അതാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ ഒരു ചിക്കനും അതുപോലെ തന്നെ ഈ ഒരു കിഴങ്ങിൻ്റെ മിക്സറും എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ആകുന്ന രീതിയിൽ. അപ്പോൾ ഈ രീതിയിലാണ് ഞാനിവിടെ മിക്സ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി നമുക്ക് ഈ ചിക്കൻ കിളിക്കൂടെ എങ്ങനെയാണ് സെറ്റ് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. ഇപ്പോൾ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ചിക്കൻ്റെ മിക്സർ ഇതുപോലെ കയ്യിലെടുക്കാം. അതിനുശേഷം ജസ്റ്റ് കയ്യിൽ വെച്ചിട്ടൊന്ന് പരത്തിയെടുക്കാം. അതിനുശേഷം ഞാനിപ്പോൾ ഇവിടെ കാടമുട്ടയാണ് എടുക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് സാധാരണ മുട്ട ഒരു 4 പീസായിട്ടൊക്കെ മുറിച്ചിട്ട് ഇതിനകത്ത് വെക്കാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ കാടമുട്ടയാണ് വെച്ച് കൊടുക്കുന്നത്. അതിനുശേഷം നമുക്ക് ഒന്ന് കവർ ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ നന്നായിട്ട് തന്നെ കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മുട്ടയിലും അതുപോലെ തന്നെ സേമിയയിലും ഒന്ന് മുക്കിയെടുക്കണം. ഫസ്റ്റ് നമുക്ക് മുട്ടയിലിട്ടിട്ടൊന്ന് കവർ ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്കിത് സേമിയയിലിട്ടിട്ടും കൂടെ ഒന്ന് കവർ ചെയ്തെടുക്കാം. അപ്പം ഈ ഒരു രീതിയിൽ നമുക്ക് എല്ലാം റെഡിയാക്കി എടുക്കാം. നമുക്ക് എല്ലാം ഇതുപോലെ തന്നെ റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഞാനിവിടെ എല്ലാം ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഫ്രൈ ചെയ്യാം. അപ്പം ഫ്രൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഓയിൽ ഞാനൊരു പാനിൽ എടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ റെഡിയാക്കിയിട്ടുള്ള ഓരോ ചിക്കൻ കിളിക്കൂടും പാനിലിട്ടിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമുക്ക് എല്ലാം ഇതുപോലെ ഇട്ട് കൊടുത്തതിന് ശേഷം തിരിച്ചും മറിച്ച് വിട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പം ഞാനിവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇപ്പം നമ്മുടെ അടിപൊളിയായിട്ടുള്ള ചിക്കൻ കിളിക്കൂട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യുക. അതുപോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് ഒരു കിടിലൻ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.